അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം, നമ്മളെല്ലാവരും കുറച്ച് ദിവസം മുന്നേ നമുക്ക് മനസ്സിൽ വല്ലാത്ത വിഷമവും സങ്കടവും മനസ്സ് പൊട്ടുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വയനാട് ദുരന്തം. നമുക്ക് അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് സാമ്പത്തികമായി ഒന്നും സഹായിക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്നെക്കൊണ്ട് പറ്റുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി നൽകട്ടെ. അതുപോലെ അവിടെ വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും അള്ളാഹു അവർക്കും നമുക്കും സഹായിച്ചവർക്കും ഒക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ അവരെ സഹായിക്കുന്നവർ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും അതിനുവേണ്ടി ഭൂമി നൽകിയവർ, 25 ലക്ഷം 20 ലക്ഷം 1 കോടി അങ്ങനെ തുടങ്ങി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. വേറെ സാമ്പത്തികമായും സഹായിക്കാൻ എന്നാൽ കഴിയുകയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് സഹായിച്ചവർക്കും മരണപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തനം നടത്തിയവർക്കൊക്കെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. 5 നേരവും നിസ്കാരം കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുക്ക് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നുമൊക്കെ അവരെയും നമ്മളെയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവരെയും അത് സഹായിച്ചവരെയും നമ്മളെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്നത് ദുആ ചെയ്യലാണ്. വേറെ സാമ്പത്തികമായി ചെയ്യാൻ പറ്റാത്ത ഒരാൾ. ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.